ദ തേർഡ് ഡേ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഞങ്ങൾ മണാലിനോട്ടിന് ബൈ പറയും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ പോകുന്ന സ്ഥലം സൊലങ് വാലിയാണ്. സൊലങ് വിസിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വോൾവോ കയറും. അവിടെ നിന്നല്ല, വോൾവോ ബസ് സ്റ്റാൻഡിൽ നിന്ന് വോൾവോ കയറും. എന്നിട്ട് ഞങ്ങൾ നേരെ അതെ ഇന്ന് അതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഗ്ലൗസ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം എക്സൈറ്റഡ് ടു സീ സ്നോ ഫൈനലി. ഇന്ന് ഷിജേട്ടൻ ആക്റ്റീവായി. നല്ല പുള്ളിക്കാരി കുറച്ച് ടയേർഡായി പോയി അല്ലേ? നമ്മൾ സെറ്റാണ്. അങ്ങനെ ബൈ ബൈ മണാലി അല്ലേ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആയിട്ടില്ല, എന്നാലും നമ്മൾ ഒഫീഷ്യലി ഹോട്ടലിൽ നിന്ന് അതെ സ്നോ കൺട്രിയിൽ നിന്ന് ഞങ്ങൾ ഒഫീഷ്യലി മാറി ഇറങ്ങി. പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ പോകുന്നതിൻ്റെ ഒരു ചെറിയ സന്തോഷമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിട്ട് മിസ് ചെയ്ത സാധനം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ഫുഡ് തന്നെയാണ്. ക്ലൈമറ്റ് ഒക്കെ കൊള്ളാം, നമുക്ക് 2 ദിവസം നിൽക്കുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ആവും. പക്ഷെ നമ്മുടെ ഫുഡാണ് നമുക്ക് കുറച്ച് മിസ് ചെയ്യുന്നത്. അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത്, എന്നാലും ഒരു വിഷമം. അത് കിട്ടാതെ വർഷങ്ങളായിട്ട് അത് കഴിച്ച് വന്നിട്ടേ. അപ്പം അങ്ങനെ നമ്മൾ ഓഫ് ടു സൊലങ് വാലി. നമ്മൾ സൊലങ് വാലിയിലാണ് ഗൈസ്. നല്ല തണുപ്പുണ്ട്. നമ്മളൊരു ഷോർട്ട് കട്ട് വഴി മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ചുറ്റുമുള്ള കാഴ്ച. അപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് കട്ട് ഇട്ട് മെയിൻ റോഡിലോട്ട് നടന്നു. ഇനി ഇവിടെ ഈ റോഡ് നമ്മൾ സ്ട്രെയിറ്റ് നടന്നാൽ നമുക്ക് സൊലങ് വാലി എത്തും. സൂപ്പർ. സ്നോഫോൾ ആണ് ഗൈസ്. നമ്മൾ സൊലങ് വാലിയുടെ ഒരു നല്ല ഹൈറ്റുള്ളൊരു പോർഷനിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്, നമ്മൾ അവിടെ ഒന്ന് പോവാണ്. നല്ല ഹെവി സ്നോഫോൾ ആണ്. ഹെവിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹെവിയാണ്. സ്നോയിലൊക്കെ ഇറങ്ങി സെറ്റായി.
സ്നോഫോൾ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ജസ്റ്റ് ചെറിയ മഴ പോലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു അന്തരീക്ഷത്തിൻ്റെ ഒരു മുഖഭാവം അങ്ങ് മാറി. ഫുള്ള് സ്നോ പെയ്യാൻ തുടങ്ങി. നമുക്കൊരു അനുഭവങ്ങളുണ്ടായ നമ്മൾ ആ ഒരു വണ്ടി കയറിയതാണ്. ഒരു ചെറിയ 4-wheel ഡ്രൈവ് ഉള്ളൊരു ചെറിയ വണ്ടി, ഒരു ബൈക്ക് റൈഡ് ഉണ്ടായിരുന്നു. അതൊരു ഞങ്ങൾ 2 ആക്ടിവിറ്റി എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ഒരു ബൈക്ക് റൈഡ് അല്ലെങ്കിൽ ഒരു സ്വിങ്. അപ്പം സ്നോയിലുള്ള സ്വിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു നല്ലൊരു ഹൈറ്റിൽ പോകുന്നതായിരുന്നു. അപ്പം ബൈക്ക് കണ്ടപ്പോൾ ഒബിയസ്ലി ചേട്ടൻ അത് വേണമെന്നുള്ളതായി. അങ്ങനെ അതിൽ കയറി അവരൊരു ടോപ്പ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. ഒരു അമ്പലമൊക്കെ ഉണ്ട്, മഹാദേവൻ്റെ അമ്പലമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പം അവിടെയാണ് ശരിക്കും അവിടെ ബൈക്ക് റൈഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സ്നോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സ്നോ ആണ് നമ്മളവിടെ കണ്ടത്. അതൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ഞങ്ങൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് സ്നോഫോളിങ് ഭയങ്കര കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് പക്ഷേ ഞങ്ങൾ തിരിച്ചിപ്പം ഇറങ്ങുവാണ് സോളൻ വാലിയിൽ നിന്ന്. അപ്പോൾ അങ്ങോട്ട് ഭയങ്കര തിരക്കാണ്, ബ്ലോക്ക് കാണുന്നുണ്ട്. ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ നല്ല എന്തായാലും ഫ്രഷ് സ്നോ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. नजर दीवानी बस तू आता, मेरे सुख दुख आते जाते सारे तू आता, तू आता, तू आता, सोने यार तू आता, तू आता, तू आता, सोने यार मेरी वफा पे हक हुआ तेरा, ओ माही माही लाखों मिले कोई भी ना तुमसा मिला, ओ मेरा ये दिल तेरी. അങ്ങനെ നമ്മൾ ഇന്ന് മണാലിനോട് ബൈ ബൈ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം പറയും. ഞങ്ങൾ ബസ്സിലാണ് മണാലി ടു ഡൽഹി. അപ്പം ഇന്നത്തെ ഒരു ക്ലൈമറ്റിനെ പറ്റി ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ആദ്യം അത് കേൾക്കാം. ഏകദേശം സൊളങ്ങിൽ നിന്ന് മണാലി ഞങ്ങളുള്ള സ്ഥലം എന്ന് പറയുന്നത് എബൌട്ട് 10 കിലോമീറ്റേഴ്സ് താഴെയല്ല, ഒരു 10 കിലോമീറ്റേഴ്സ് അങ്ങനെ നമ്മൾ താഴെയാണ്. പക്ഷേ അതിൽ കൂടുതലുണ്ട്. പക്ഷേ ഇപ്പം ഇവിടെ രാവിലെ സൊളങ്ങിലുള്ള പോലത്തെ മഞ്ഞാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഹെവി സ്നോ ആണ് ഇവിടെ, നല്ല ഹെവി സ്നോ ആയിട്ടാണ്. -2 ആണ് ലോസ്റ്റ് വരുന്നത് ഇന്ന്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ 1 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ഹെവി സ്നോ ആണ്. അപ്പോൾ സൊളങ്ങിലെ കാര്യം എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സൊളങ് ക്ലോസ്ഡ് ആയി എന്നാണ്. ഞങ്ങൾ എന്തായാലും ലക്കിയാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന് ഞങ്ങൾ സൊളങ് കാണാൻ പറ്റി. സൊളങ്ങിലൊക്കെ ഉള്ള പോലെയാണ് ഇവിടുത്തെ ട്രീസ് നിൽക്കുന്നത്. ഒരുവിധം വണ്ടിയിൽ കയറി ഞങ്ങൾ സെറ്റിലായി. ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു വലിയ കഥയാണ്. ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? തണുത്ത് വിറച്ച പക്ഷികളെ പോലെയാണ് ഞങ്ങൾ, മഴ നനഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെയും പക്ഷി കുഞ്ഞുങ്ങളെയൊക്കെ പോലെയാണ് ഞങ്ങൾ ഇതിനകത്ത് വന്ന് കയറിയത്. ജസ്റ്റ് സെറ്റിലായി, ബാഗെല്ലാം സെറ്റിലാക്കി ഇരിക്കുകയാണ്. ഇനി നാളെ മോർണിംഗ് ഞങ്ങൾ ഡൽഹിയിലെത്തും. ഡൽഹിയിൽ വെച്ചാണ്.